കഴിഞ്ഞില്ലേ? ആ, 2 വീട്ടിലേക്ക് എഴുതിയിട്ടുണ്ട്. സരസ്വതി പ്രസവിച്ചു, പെൺകുഞ്ഞാണ്, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. മകൻ നക്ഷത്രം ഉണ്ടെന്ന്. മകൻ നക്ഷത്രം, മകം പറന്ന മങ്കയെന്നാണല്ലോ വെപ്പ്. ഒരു വെപ്പ് ഏതാ? എന്തൊക്കെ എഴുതിയാലും വരില്ലെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ട, അറിയിച്ചില്ലെന്നില്ലല്ലോ. ഇനി പഴയതുപോലൊന്നും പറ്റില്ല കേട്ടോ. ആ, കാശൊക്കെ സൂക്ഷിച്ച് ചെലവാക്കണം. ആഹാ. പിന്നെ നമ്മുടെ ജീവിതത്തിന് തന്നെ ശരിയായൊരു പ്ലാനിങ് വേണം. ഓഹോ, എന്നോതായി അമ്മച്ചിയായത്? ഒന്നേ പറ്റിട്ടുള്ളൂ, ഇനി എത്ര? എന്റെ പട്ടി പോവും. എപ്പോഴും ഈ പട്ടി പോകുമെന്ന് പറഞ്ഞോണ്ടിരുന്നാ അവസാനം പട്ടി മാത്രമേ കാണത്തുള്ളൂ. എന്റെ മോനെ ഒന്ന് പോയി കാണാനോ നിങ്ങൾ അനുവദിക്കത്തില്ല. അവന്റെ കുഞ്ഞിനെയെങ്കിലും ഒന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതായി പോയല്ലോ എന്റെ കർത്താവേ. എന്നാ ചെല്ലടി, എന്നിട്ട് അവിടെ തന്നെ അങ്ങ് കൂടിക്കോ. തിരിച്ചിങ്ങോട്ട് വന്നു പോകരുത്. താമരശ്ശേരി കുരിയച്ചനെ അത്ര വിലയില്ലാതായിട്ടില്ല. എന്നാ അപ്പച്ചൻ വരണ്ട, ഞാനും അമ്മച്ചും കൂടെ പോയി വരാം. ഒരു വീക്ക് വെച്ചെന്നാ ഉണ്ടല്ലോ. അവനൊരു പട്ടത്തി പെണ്ണിനെ കെട്ടിയത് കൊണ്ടാ നിനക്ക് വരുന്ന പല ആലോചനകളും മുടങ്ങി പോകുന്നത്. അതിന് അവനെ മാത്രം കുറ്റം പറയണ്ട. സ്ത്രീധനം കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഈ കടുംപിടുത്തം പിടിക്കുന്നതുകൊണ്ടാ വരുന്ന ആലോചനക്കാർ മുഴുവനും തെറ്റിപ്പോകുന്നത്. സ്ത്രീധനം കൂടുതൽ ചോദിക്കുന്നത് എന്നാ കൊണ്ടാ? നമുക്കിങ്ങനെ ഒരു കുറവുണ്ടെന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ടാ. എന്നതാണെങ്കിലും ശരി, എനിക്ക് എന്റെ കുഞ്ഞിനെ പോയി കണ്ടേ പറ്റൂ. ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലത്ത് അത് നടക്കുകയില്ല. അയ്യോ സൂസിയേ, അമ്മച്ചി. അയ്യോ എന്റെ കർത്താവേ. എന്നതാ അമ്മച്ചി? അമ്മച്ചിയുടെ നെഞ്ചിനകത്ത് വേദന എടുക്കുന്നടി. അമ്മച്ചിക്ക് അറിയാമല്ലേ വിഷമിച്ച വേദന എടുക്കുന്ന? അത് നിന്റെ അപ്പച്ചൻ ഓർക്കത്തില്ലല്ലോ. എന്റെ ഈശോയെ, എനിക്കൊന്ന് കിടക്കണം മോളെ. ഈ ജാടയൊന്നും എന്റെ അടുത്ത് വേണ്ട. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയാൽ നിങ്ങൾക്ക് അത്രയും സന്തോഷമല്ലോ അല്ലേ? മുമ്പെങ്ങാണ്ട് ഒരു ഗ്യാസ് ട്രബിൾ കാരണം നെഞ്ചുവേദന വന്നെന്നും വെച്ച് നീ ഒരു ഹൃദ്രോഗിയാകാനൊന്നും നോക്കണ്ട. അതൊക്കെ അറിയാത്തവരുടെ അടുത്ത് പോയി കാണിച്ചാൽ മതി. എടി, നമ്മൾ അവിടെ ചെല്ലണമെന്ന് അവൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവനിവിടെ നേരിട്ട് വന്ന് പറയത്തില്ലായിരുന്നോ? അതെങ്ങനെയാ? അവന്റെ മുമ്പിൽ വാവില് ഒട്ടി അടച്ചിരിക്കുകയല്ലേ നിങ്ങള്? വേണ്ട, അവന് വ്യക്തമായിട്ട് കുറച്ച് വിനയത്തിൽ എഴുതി കൂടായിരുന്നോ? അപ്പച്ചനും അമ്മച്ചിയും എന്നോട് പുറത്ത് എന്റെ കുഞ്ഞിനെ വന്ന് കണ്ട് അനുഗ്രഹിക്കണമെന്ന്. നിങ്ങളുടെ മോനെ അവന് വലിയ വാശി. അവൻ ഈ കത്ത് എഴുതിയതിന്റെ അർത്ഥം തന്നെയതാ. സൂസിയെ, നീ അമ്മച്ചിയുടെ മുണ്ടും ചട്ടയൊക്കെ തേച്ച് വെച്ചേ. ഇനി അപ്പച്ചൻ സമ്മതിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണെന്ന് വെച്ചു. ഞാൻ തോമസ് കുട്ടിയുടെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ടേ വരത്തുള്ളൂ. அண்ணா, அவ என்ன வேணாலும் எழுதிட்டோம். அவளுக்கு தான் மானம், மரியாதை, சூடு, சொர்ணம் எதுவுமே கிடையாது. அதனால நமக்கும் கிடையாது. என்ன, நம்ம உடம்புல உயிர் இருக்கிற வரைக்கும் அவ இருக்கிற பக்கம் கூட திரும்பி பார்க்க கூடாது. என் புள்ள சுப்புனி அவளும் இதையே தான் சொல்றா. மீனாட்சி, நான் நேத்துக்கு ஒரு சொப்பனம் பார்த்தேன். சொப்பனமா? என்ன சொப்பனம்? நம்ம சரசு அம்மா இல்ல, நேத்து ராத்திரி என் சொப்பனத்திலே வந்து என் பொண்ணை உங்களுக்கு யாருக்கும் வேண்டான்னா நானே கூட்டிட்டு போறேன் அப்படின்னு சொன்னா. அதுல இருந்த என்னமோ தெரியல, மனசுக்கு ரொம்ப சங்கடமா இருக்கு. அவளை ஒரு நட போய் பார்த்துட்டு வரலாமா? ராம ராம ராமா, அவாத்துக்கு நாம போறதா? മോളെ, ഈശോ സൂസി, നീ ഒറ്റയ്ക്ക് വന്നേ? അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ട്. മോനെ തോമസ് കുട്ടി. അമ്മച്ചി കരയായിരിക്കുന്നു. അമ്മച്ചി എന്നതായി കാണിക്കുന്നേ? കരയാനാണോ ഇങ്ങോട്ട് വന്നേ? എടാ, നീ അപ്പുറത്തോട്ടില്ല, അപ്പച്ചനോട് നിൽക്കല്ലേ? കരയല്ലേ? ദാ മോളെ കാണണ്ടേ? നാത്തൂനെ, അമ്മച്ചി. അപ്പച്ചന് ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്തതും വലിയ തെറ്റാ. പക്ഷെ എല്ലാം കഴിഞ്ഞില്ലേ അപ്പച്ച? അങ്ങോട്ട് വന്ന് അപ്പച്ചനെ കാണണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു. അപ്പച്ചനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കരുതിയ. സരസ് ഒരു പാവോ. അവൾ എപ്പോഴും പറയും അപ്പച്ചനെ പോയി കാണണം, മാപ്പി ചോദിക്കണം എന്നൊക്കെ. പിന്നെ പുറമേക്ക് ആരെന്നാ പറഞ്ഞാലും എനിക്കറിയാം അപ്പച്ചനെ ഇഷ്ടമാണ്. നിന്റെ അമ്മച്ചിയെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാ ഞാനിവിടെ വരെ വരാൻ തയ്യാറായത്. എനിക്ക് ഉടനെ പോണം. ഏതായാലും വന്നില്ലേ അപ്പച്ച? അകത്തേക്ക് വന്നു. എന്റെ മോളെ ഒന്ന് കാണണ്ടായോ? വന്നാ പേടിക്കാനൊന്നുമില്ല. മോളങ്ങോട്ട് ചെല്ലേ.
ചേച്ചിയും കൂടെ വാ. ഈശോയെ, ഞാനില്ല നാത്തൂനെ. അപ്പച്ചൻ എന്നെ ഇപ്പൊ കാണണ്ട. അല്ലെങ്കിൽ തന്നെ അപ്പച്ചൻ പറയുന്നൊന്നും ഞങ്ങള് കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നും വഴക്കാ. ദേ നാത്തും പോ. ചേച്ചി അങ്ങോട്ട് ചെല്ലുന്നേ. അമ്മച്ചും കൂടെ പോ. വാടി. മോളെ, വല്യപ്പച്ചൻ. നീ മോളെ അപ്പച്ചന്റെ മടിയിലോട്ട് വെച്ചു കൊടുക്കടി. അപ്പുകുട്ടാ, ചോറും കറിയൊക്കെ ആയോ? എന്തേ? ഈശോ, ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയാ വന്നേക്കുന്നേ. അതെ. അരി കുറച്ച് കൂടുതൽ ഇട്ടോ കേട്ടോ. ആ, അപ്പച്ചന് കുറച്ച് എരിവ് കൂടുതൽ വേണം. പച്ചക്കറി തീരെ പിടിക്കുകയല്ല. എന്നാലും ഉള്ള ഇത്തിരി നന്നാക്കി വെച്ചേക്കണേ. ആ, ദേ ഈ ഉരുളക്കിഴങ്ങി നമ്മൾ ഇറച്ചിയൊക്കെ വെക്കുന്ന പോലെ. വറുത്തരച്ച്. ആ, അത് തന്നെ. ഇറച്ചി മീനും ഒന്നും ഇല്ലെങ്കിൽ ഇറച്ചിയുടെ ഒരു മണം കിടന്നോട്ടെ. ഇല്ലെങ്കിൽ ഒന്നും കഴിക്കല്ലേ എന്റെ അപ്പുകുട്ടാ. ഇന്ന് വേമേണേ. இதே தெரிதானா? போஸ்ட் ஆபீஸ்க்கு பக்கத்துலன்னு போட்டிருந்தாங்கல்ல. ஓஹோ. தோ நம்பர் 19ன்னு போட்டுக்கே. இதேதானா? 18 இல்ல? 18 இல்ல, 19 தான். அதோ பாருங்க, வாங்க. സരസ്വതിയുടെ വീടല്ലേ ഇത്? ഇത് എന്റെ മകൻ തോമസ് ഊട്ടിയുടെ വീടാ. അണ്ണാ, അതാ എന്താ പേര്? ഞങ്ങൾ പാൽക്കാട്ട് നിന്ന് വരികയാണ്. ഞാൻ സരസ്വതിയുടെ ഫാദർ. ഞാൻ മാമി മീനാക്ഷി അമ്മ. ഇത് എങ്ക അണ്ണ തങ്കച്ചി. அண்ணா, நம்ம சீமாச்சு. ஆமா. டேய், நீ எப்படிடா இங்க வந்த? மദ്രാസുக்கு போற இல்ல சொன்னாய். ஆமா, போற வழிக்கு இங்க இறங்கிட்டேன். சச்சுவில பாக்கலாமே. ஏண்டா, இது மദ്രാസുக்கு போற வழியா? இந்த வழிக்கும் போலாமே. சச்சு, கண்ணு தாரி வந்திருக்கு பாருமா. அண்ணா, வாங்க. சச்சு. അപ്പൂട്ടാ, അപ്പൂട്ടാ, അരിശി കുറച്ച് അധികം ഇടണം. പെട്ടിട്ടേ ഉള്ളൂ. ആര് പറഞ്ഞു? ഈനാശോന്റെ ഭാര്യ. ആ ഫാമിലി വേറെ, ഈ ഫാമിലി വേറെ. അണ്ണൻ ഫാമിലി വന്നിരിക്ക്. വന്നോ? ആ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാര്യം ഓർത്തോളൂ, இந்த சாப்பாடு விஷயத்துல எங்க ஃபேமிலி ரொம்ப ஸ்ட்ரிக்ட். போடா, രസത്തിൽ കുരുമുളക് ജാസ്തി പോടണം. അപ്പളം വറവില് കിറുവില് കൊണ്ടാട്ടെ. ഇപ്പൊ ഒരു പാർട്ടി ഒന്ന് കുറെ സാധനം ഓർഡർ ഒന്ന് പോയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കാണ് അയ്യരുടെ വരവ്. കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്ക. ഇനി വല്ലവരും ഒന്ന് ഓർഡർ തന്നെ ഒന്നിച്ചാവാലോ. ഒന്ന് പോയി റെസ്റ്റ് എടുത്താട്ട് അയ്യര്. ഗണപതിം ഭജേ. சச்சு, அடி கண்ணே, எங்களெல்லாம் மறந்துட்டியாடி. மாமி உன்னை பார்க்காம தூங்குறதே கிடையாது. உங்க அப்பா கிட்ட கேட்டு பாரு. இல்லையாண்ணா? சச்சு, உங்ககிட்ட இருந்து லெட்டர் வந்த அன்னைக்கு நான் உங்க அம்மாவை கனவுல பார்த்தேன். നീയാ? ஆமாண்ணா, நீங்க அன்னைக்கு பார்த்த அதே கனவை நானும் பார்க்கலையா? அப்பவே நான் உங்ககிட்ட சொல்லலையா? இப்பவே போய் சச்சுவ பார்க்கணும், சச்சுவ பார்க்கணும்னு. ഇതന്നെ വന്നാലോ നിക്കുന്നേ? അങ്ങോട്ട് തിരിയുന്നേ. കുടിക്കാൻ എന്തെങ്കിലും അവർക്ക്? அச்சோ, மறந்தே போச்சுடி. குழந்தை எங்கடி? മോളൂട്ടി, എന്റെ താമസേ. என் கண்ணு குட்டிங்க. அம்மடி அம்மா பாருங்க அண்ணா. மூக்கு முழியுமா? என்ன அழகா, என்ன மாதிரி என்ன பாக்குற? இங்க பாரு, குழந்தைய பாரு. ஐயோ, என்ன அழகா இருக்கா. என்ன அம்மா. ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയായി. രണ്ട് വീട്ടുകാരും വന്ന അവസാനം ഞാൻ പുറത്തായി. അപ്പൂട്ടാ, പരിഭ്രമിക്കണ്ട, ഞാനുണ്ട് കൂട്ടിനെ. അതെയോ? എന്നാ പൂർത്തിയായി. ഗുരുവായൂരപ്പാ, ഇങ്ങനെ പരീക്ഷിക്കരുതേ. കുട്ടി കരിയണ്. രണ്ടാളും കൂടി കരിയണോ?